കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമുക്ക് ഉച്ചാരണങ്ങളുടെ ദൈവമാണ്. എല്ലാറ്റിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ദൈവത്തിൻ്റെ പക്കൽ. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് നൽകാൻ കഴിവുള്ള ദൈവത്തിന് സകലത്തിൽ നിന്നും നീക്കുപോക്ക് നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. നമ്മുടെ ശരീരവും ബുദ്ധിയും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ബുദ്ധിയെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്, ആരോഗ്യം നൽകുന്ന ഒരു ദൈവമുണ്ട്, അവകാശത്തിലേക്ക് നയിക്കുന്നവനുണ്ട്. ഇന്ന് പകലും ദൈവമേ, അവിടുത്തെ ശക്തി എൻ്റെ മേൽ ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ജീവനുള്ളവർ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കണം. അതൊരു വലിയ വിശ്വാസമാണ് പ്രിയ സഹോദരങ്ങളെ. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കണം കേട്ടോ. വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവം നമുക്ക് വെളിപ്പെടുത്തും. എല്ലാവരും ഇത് കേൾക്കണം. ഞാൻ യഹോവയുടെ വിടുതൽ കാണും. അവിടുത്തെ മുൻപാകെ ഞാൻ ജീവനോടെ നടക്കും. ജീവിപ്പിക്കുകയില്ലെന്ന് പറയുന്ന ശക്തമായ വെല്ലുവിളികളുണ്ട്. ആരോഗ്യത്തിനെതിരെയുണ്ട്, ശരീരത്തിനെതിരെയുണ്ട്, കുടുംബജീവിതത്തിനെതിരെയുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലും എന്നെ ജീവിപ്പിക്കുന്ന ഭക്തൻ പറയുന്നത് പോലെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്യാൻ എല്ലാ സമയങ്ങളും നാം ഒന്ന് തയ്യാറാവണം. എല്ലാ സമയത്തും ഇത് പ്രഖ്യാപിക്കും. ഞാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലത്തെ കെടുത്തി, വാളിൻ്റെ വായ്ക്ക് തെറ്റി. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, രാജ്യങ്ങളെ പിടിച്ചടക്കി വാഗ്ദത്തം പ്രാപിച്ചു. എങ്ങനെ? വിശ്വാസത്താൽ. അബ്രഹാമിൻ്റെ ജനറേഷനായ നമ്മൾ വിശുദ്ധാത്മശക്തി അകത്ത് വരുമ്പോൾ വിശ്വാസത്താൽ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കും. നമ്മുടെ മേൽ വെളിപ്പെട്ടു വരേണ്ട സകല വാഗ്ദത്തങ്ങളും വിശ്വാസത്താൽ റിസീവ് ചെയ്ത് വിശ്വാസത്തിൻ്റെ ശക്തി അകത്ത് വന്ന് ആത്മാവിൽ മുൻപോട്ട് പോകാൻ തയ്യാറാകുമെങ്കിൽ ചിന്തിക്കാത്ത ചില ദൈവപ്രവർത്തികൾ പരാജയമൊന്ന് ചിന്തിക്കുന്ന ഇടത്ത് നഷ്ടമാണ്, ഇനിയുമൊന്നും നടക്കില്ല എന്ന് പിശാച് അവകാശവാദം പറയുമ്പോൾ സകല സാമ്രാജ്യങ്ങളെയും അവൻ്റെ തച്ചുടച്ചുകൊണ്ട് പ്രഖ്യാപിക്കണം, വിശ്വാസത്താൽ ഞങ്ങൾ നടക്കും, ഞങ്ങൾ ജീവിക്കും. വിശ്വാസത്താൽ ഞങ്ങളത് കാണും. അതിന് നോർമൽ വിശ്വാസം പോരാ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം. ആഴമായ ഒരു വിശ്വാസം അകത്തളങ്ങളിൽ വെളിപ്പെട്ടു വരുമെങ്കിൽ ഇന്ന് പകലിലും ധൈര്യത്തോടെ പറ, വിശ്വാസത്താൽ ഞങ്ങൾ നടക്കും, വിശ്വാസത്താൽ ഞങ്ങൾ മൂവ് ചെയ്യും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കണം. സഹോദരങ്ങളെ, സകലത്തിനും പൂർത്തി വരുത്തുന്ന, സകലത്തിൻ്റെ കാരണഭൂതനായ, സകലത്തിനും സമാപ്തി വരുത്തുന്ന ആ കർത്താവിനെ സൂക്ഷിച്ചു നോക്കുവാൻ ഇന്നു പകൽ നമുക്കൊന്ന് തയ്യാറാകാം. നോക്കിയാൽ പരാജയപ്പെടില്ല. നോക്കുന്നവർ വിടുതൽ പ്രാപിക്കും. അവരുടെ മുഖം ലജ്ജിച്ചു പോകില്ല. അവരുടെ മുഖം പ്രക്ഷോഭിക്കും. അവർ ശക്തരായ ആത്മാവിൽ എഴുന്നേറ്റ് വരും. ഇന്ന് പകൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കണം. വിശ്വാസത്താൽ ഞങ്ങൾ ജീവിക്കും. വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ ചിന്തിക്കുന്നു. വീണ്ടും തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2 തിമോത്തിയോസ് 2-ാമത്തെ വാക്യം സുപരിതമാണല്ലോ. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച്
ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. പൗലോസ്ലീഹ ക്രിസ്തുവേശുവിലുള്ള ജീവൻ്റെ വാഗ്ദത്ത പ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുകയാണ്. അവിടെ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിച്ചോ, ക്രിസ്തുവേശുവിലുള്ള ജീവൻ്റെ വാഗ്ദത്ത പ്രകാരം. ക്രിസ്തുവേശുവിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും ജീവൻ്റെ വാഗ്ദത്തങ്ങളാണ്. അവിടുത്തെ വാഗ്ദത്തങ്ങൾ ഡെഡാക്കുന്നില്ല, ഡെഡായതിനെ ജീവിപ്പിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. പ്രത്യാശ നൽകുന്ന വാഗ്ദത്തങ്ങളാണ്. വിളിച്ചു വരുത്തുന്ന വാഗ്ദത്തങ്ങളാണ്. ബലം കൽപ്പിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. ചവറയ ശേഷിപ്പുകൾ ശക്തീകരിക്കപ്പെടുന്ന വാഗ്ദത്തങ്ങളാണ്. ക്രിസ്തുവേശുവിലൂടെ ജീവൻ്റെ വാഗ്ദത്ത പ്രകാരം. അപ്പോൾ ക്രിസ്തുവിലൂടെയാണ് ഈ വാഗ്ദത്തം ജീവിക്കുന്നത്. നാളുകളായി ജീവിക്കത്തില്ല എന്ന് പിശാച് അവകാശവാദം പറയുന്ന സകല വാഗ്ദത്തങ്ങളും കാൽവറിയിലൂടെ ജീവിക്കുകയാണ്, എഴുന്നേൽക്കുകയാണ്. നിത്യശിക്ഷാവധി മാറിയിരിക്കുകയാണ്. പാപത്തിൻ്റെ ബാന്ധവങ്ങൾ പൊട്ടിയിരിക്കുകയാണ്. അടിപ്പിണ്ട ശക്തിയാൽ സൗഖ്യം വന്നിരിക്കുകയാണ്. സകല അന്ധകാര മണ്ഡലങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരമിത ബലം വെളിപ്പെട്ടു വരികയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ തൻ്റെ ജനമൊന്ന് റിസീവ് ചെയ്യാൻ തയ്യാറാവണം. ക്രിസ്തുവേശുവിലൂടെ ജീവൻ്റെ വാഗ്ദത്തം. ഇനി നമ്മുടെ കുറിവാക്യം, എന്നിട്ട് തിമോത്തിയോസിനെ ആ ലേഖനത്തിലൂടെ ഉദ്ബോധിപ്പിച്ചോർപ്പിച്ച് ഉണർത്തുകയാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ജനിച്ചു, ജീവിച്ചു, ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്തു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സകല പ്രവർത്തികളും ചെയ്ത് കാൽവറിയിൽ തകർക്കപ്പെട്ടു, മരിക്കപ്പെട്ടു. പ്രിയ നമുക്കറിയാം. പക്ഷേ അവിടം കൊണ്ട് തീർന്നില്ല. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. വാഗ്ദത്തം ഉയർത്തെഴുന്നേൽക്കുമെന്ന് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞെങ്കിൽ ഈ പകൽ അത് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. കല്ലറ ശക്തമായാലും, കല്ലുകൾ വലുതായാലും, മുദ്ര അധികാരത്തിൻ്റെ സ്ട്രോങ് ആയാലും, കാവൽപ്പട്ടാളത്തിൻ്റെ ശക്തികൾ ആവുന്നത്ര കൂട്ടിയാലും, പ്രവചന ദൂതുണ്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെയെങ്കിൽ വാഗ്ദത്തം ഉയർത്തെഴുന്നേറ്റു. തടയാവുന്ന സകല മണ്ഡലങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട്, പിടിച്ചു നിർത്താവുന്നവരോട് പിടിച്ചു നിർത്തിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട്, പൊട്ടിക്കേണ്ട കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട്, കല്ലുകളെ വായുവിലെടുത്ത് മാറ്റുന്നത് പോലെ മാറ്റിക്കൊണ്ട് എൻ്റെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഈ പകൽ ആ ദൈവ സാന്നിധ്യം അതാണ് നമ്മുടെ സുവിശേഷം. മരിച്ച സുവിശേഷമല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനെ പറ്റി പറയുന്ന നല്ല വിശേഷം. ആ സുവിശേഷത്തിൻ്റെ ശക്തി അക്ഷയതയുള്ളതാണ്, ജീവിപ്പിക്കുന്നതാണ്, ജീവൻ വ്യാപരിക്കുന്നതാണ് സുവിശേഷം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആ സുവിശേഷത്തിൻ്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ സകല അന്ധകാര മണ്ഡലങ്ങളും വെട്ടേറ്റ് നിലത്ത് വീഴും. ആ സുവിശേഷത്തിൻ്റെ ശക്തിയാൽ സാമ്രാജ്യങ്ങളുടെ ശക്തികൾ തകർന്നു മാറും. അധികാരത്തിൻ്റെ വെല്ലുവിളികൾ പൊട്ടിമാറും. ബാന്ധവങ്ങളുടെ ശക്തികൾ അഴിഞ്ഞു മാറും. ദൈവ സാന്നിധ്യം ഇന്നും പകൽ നിങ്ങളുടെ മധ്യം വെളിപ്പെടുമ്പോൾ പിടിച്ചു വച്ചിരിക്കുന്ന മണ്ഡലങ്ങളെ പൊട്ടിച്ചെറിയുന്ന ഒരു അതോറിറ്റി ദൈവാത്മാവ് സുവിശേഷത്തിൻ്റെ ശക്തിയാൽ വെളിപ്പെടുകയാണ്. പൗലോസും പത്രോസും യോഹന്നാനും അപ്പോസ്തലന്മാരൊക്കെ സുവിശേഷത്തിൻ്റെ ശക്തി
അവരിലൂടെ പുറത്തു വന്നപ്പോൾ അത്ഭുതങ്ങൾ നടന്നില്ലേ? യേശു ക്രിസ്തു സുവിശേഷത്തിൻ്റെ ശക്തി ജനത്തോട് പറഞ്ഞപ്പോൾ നിറയേണ്ടത് നിറഞ്ഞില്ലേ? കുഷ്ഠരോഗികൾ സൗഖ്യമായില്ലേ? ചെകിടറ ചെവി തുറന്നില്ലേ? അടഞ്ഞ കണ്ണുകൾ തുറന്നില്ലേ? ഉമർ ശരിയായി സംസാരിച്ചില്ലേ? അങ്ങനെയെങ്കിൽ സുവിശേഷം ജീവൻ വ്യാപരിപ്പിക്കുന്നതാണ്. സുവിശേഷം ബലം വ്യാപരിക്കുന്നതാണ്. സുവിശേഷത്തിൻ്റെ ശക്തി ഇന്ന് പകൽ തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ടു വരുന്ന പ്രത്യേക നിമിഷമാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർക്കണം കേട്ടോ. യേശു ഉയർത്തെഴുന്നേറ്റത് ഓർക്കുമെങ്കിൽ ഈ പകൽ വാഗ്ദത്തമുള്ള സകലതും ഉയർക്കും. വാഗ്ദത്തമുള്ളത് ജീവിക്കും. വാഗ്ദത്തമുള്ളത് എഴുന്നേറ്റ് നടക്കും. വാഗ്ദത്തമുള്ളത് പ്രതികൂലങ്ങളെ പൊട്ടിക്കും. വാഗ്ദത്തമുള്ള ആത്മാവിൽ സഞ്ചരിക്കും. യേശുവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിനെ ഓർക്കണം, എപ്പോഴും ഓർക്കണം. ആ ദൈവശക്തിയെപ്പറ്റി, അമിത ബലത്തെപ്പറ്റി ഇന്ന് പകലൊന്ന് ഓർക്കാനെത്തവർ തയ്യാറുണ്ട്. അവരുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന പകൽക്കാലമായി യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുവിശേഷത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം ചില കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ദൈവസഭകളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. അഭിഷക്തന്മാരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഓ, നിങ്ങളെ മന്ദി ഭവിപ്പിക്കുന്ന, ബലത്തെ ചോർത്തിക്കളയുന്ന, ധൈര്യത്തെ കെടുത്തുന്ന സകല ദുഷ്ടശക്തികളെയും ജയിക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തി, ബന്ധിക്കപ്പെട്ടവരോട് പുറത്തു വരാൻ പറയുന്ന, ഇരുളിലിരിക്കുന്നവരോട് വെളിച്ചത്തിലേക്ക് വരാൻ പറയുന്ന ആ സുവിശേഷത്തിൻ്റെ ശക്തി, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തി, സ്വതന്ത്രരെ വിട്ടയക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ശിഖാപ. ഈ പകൽ പിതാവേ, ആ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം. അക്ഷരത്തിൻ്റെ ശക്തിയല്ല, ആത്മാവിൻ്റെ ശക്തി, ബലത്തിൻ്റെ ശക്തി ഇന്ന് പകൽ അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും അവിടത്തേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ വിളിച്ചു പറ, ആ സുവിശേഷത്തിൻ്റെ ശക്തി എൻ്റെ അകത്ത് വെളിപ്പെടും. ആ സുവിശേഷത്തിൻ്റെ ശക്തി അകത്ത് വെളിപ്പെട്ടു വന്നാൽ ഉയർക്കേണ്ടത് ഉയർക്കും. ആത്മാവിൻ്റെ ശക്തി ഇറങ്ങും. ആ യേശുക്രിസ്തുവിനെ ഓർക്കണം. അവിടുത്തെ പുനരുത്ഥാനത്തെ ഓർക്കണം. ആ ദൈവശക്തിയെപ്പറ്റി ചിന്തിക്കണം. ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.